മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും തിരിച്ചടി. DGP യോഗേഷ് ഗുപ്തയ്ക്ക് ഉടനടി വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധി. 5 പ്രവൃത്തി ദിനത്തിനുള്ളിൽ ഇത് നൽകണമെന്നാണ്, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. 2022 കേരള കേഡറിലേക്ക് എത്തിയ IPS ഉദ്യോഗസ്ഥനാണ് യോഗേഷ് ഗുപ്ത. അതിനുശേഷം 7 സ്ഥലം മാറ്റമാണ് യോഗേഷ് ഗുപ്തയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഒരിടത്ത് ഇരുത്തി അവിടെ ഒന്ന് ഉറയ്ക്കുന്നതിന് മുൻപ് മറ്റൊരിടത്തേക്ക് എടുത്തടിക്കുന്നു. അങ്ങനെ മനമെടുത്ത യോഗേഷ് ഗുപ്ത കേന്ദ്ര സർവീസിലേക്ക് തിരികെ പോകാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതിനുള്ള അനുവാദം നൽകണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ പിണറായി വിജയന്റെ കീഴിലുള്ള സർക്കാർ യോഗേഷ് ഗുപ്തയെ പരമാവധി വേട്ടയാടാനുള്ള നീക്കമാണ് നടത്തിയത്. വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയില്ല. വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് തിരികെ പോകാൻ യോഗേഷ് ഗുപ്തയ്ക്ക് കഴിയുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് വലിയ താല്പര്യമുള്ള വ്യക്തിയാണ്, വളരെ സീനിയർ ഉദ്യോഗസ്ഥനാണ്. CBI ഡയറക്ടറായിട്ടോ ഏതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അധിപനായിട്ടോ വരാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് യോഗേഷ് ഗുപ്ത. ഇത് തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിന് തലവേദനയാകുന്നതും. യോഗേഷ് ഗുപ്ത ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയുടെ തലപ്പത്തേക്ക് എത്തിയാൽ സ്വാഭാവികമായും അത് പിണറായി വിജയന് കീഴിലുള്ള സർക്കാരിന് തലവേദനയാവും. പ്രത്യേകിച്ച് CBI അതുപോലെ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികൾ അതിന്റെ ഏതിന്റെങ്കിലും തലപ്പത്തേക്ക് യോഗേഷ് ഗുപ്ത എത്തിയാൽ കേരളത്തിലെ പിണറായി വിജയൻ ആരോപണ വിധേയനായിട്ടുള്ള എല്ലാ കേസുകളും ഈ യോഗേഷ് ഗുപ്ത പൊടിതട്ടി എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എത്രയോ ആരോപണങ്ങളാണ്, എത്രയോ കേസുകളാണ് ഞാനിന്മേൽ ഇങ്ങനെ തൂങ്ങിയാടുന്നത്. സ്വർണ്ണക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, അതുപോലെ മറ്റ് നിരവധി ആരോപണം, മറ്റ് നിരവധി കേസുകൾ, അതുപോലെ മാസപ്പടി കേസ്, പിണറായി വിജയന്റെ മകൾ ആരോപണ വിധേയായ മാസപ്പടി കേസ്, അങ്ങനെ നിരവധി ആരോപണങ്ങൾ നേരിടുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്തുകൊണ്ടൊക്കെയോ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ചില ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ പിണറായിക്കെതിരെയുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ എങ്ങും എത്താത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിൽ ഒരു വലിയ വിഭാഗം കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് അമർഷവുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് യോഗേഷ് ഗുപ്തയെ പോലെ ഒരാൾ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളുടെ തലപ്പത്തേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് പരമാവധി വൈകിപ്പിക്കുക. യോഗേഷ് ഗുപ്ത ഒരിക്കലും CBI ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ IBയുടെ ഏതെങ്കിലും ഉന്നത പദവിയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയുടെ തലപ്പത്ത് വരരുത്. ഇത് കേരള സർക്കാരിന്റെയും പ്രത്യേകിച്ച് പിണറായി വിജയന്റെയും ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇതുവരെ കൊടുക്കാതെ നീട്ടി കൊണ്ടുപോയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധി, ഉത്തരവ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്നു. 5 ദിവസത്തിനുള്ളിൽ, അടുത്ത 5 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ യോഗേഷ് ഗുപ്തയുടെ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കണം. കർശനമായ ഉത്തരവ് തന്നെയാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വീണ്ടും സംസ്ഥാന സർക്കാരിനും പിണറായി വിജയനും തിരിച്ചടി. തനിക്ക് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ യോഗേഷ് ഗുപ്ത സമീപിച്ചത്. യോഗേഷ് ഗുപ്തയുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് കർശനമായ നിർദ്ദേശമാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നൽകിയിരിക്കുന്നത്.